ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നല്ലൊരു അറബിക് റൈസ് റെസിപ്പിയുമായിട്ടാണ്, കപ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അറബിക് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ് കപ്സ. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന മസാല പൗഡറിൻ്റെ റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. കപ്സയ്ക്ക് നമ്മൾ എടുക്കേണ്ടത് ഇതുപോലെ നീളമുള്ള ബസ്മതി റൈസ് ആട്ടോ. പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് സെല്ല ബസ്മതി റൈസും നോർമൽ ബസ്മതി റൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറ്. അപ്പം ഇത് വൈറ്റ് കളർ ബസ്മതി റൈസ് ആയിരിക്കും. സെല്ല ബസ്മതി റൈസ് ഒരു യെല്ലോ കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ടത് നോർമൽ വൈറ്റ് ബസ്മതി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. ഞാൻ 5 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ അരി വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്നും വെക്കേണ്ട. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഒരുപാട് വെള്ളം കുടിക്കും. അതുകൊണ്ട് നമുക്ക് കഴുകിയിട്ട് ചോറ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റ് വേണം. അതിനായിട്ട് ഞാൻ ഒരു 4 നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർക്കാണ്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കുക. അപ്പം തക്കാളി നല്ല കളർ ഉണ്ടെങ്കിൽ നമ്മുടെ കപ്സയ്ക്കും നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്സ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇതൊക്കെ കുറേശ്ശെ എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചാണ് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്സ മസാല കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഒരുവിധം എല്ലാ അറബിക് റൈസിലോട്ടും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ ചിലതിൽ കുറച്ച് കൂടുതൽ ചേരുവകൾ ചേർക്കും, ചിലതിൽ കുറച്ച് കുറഞ്ഞ ചേരുവകൾ ചേർക്കും. ഇതിലോട്ട് നമ്മൾ ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് രണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാനുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കപ്സ മസാല പൗഡർ. ഇത് നമുക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കളറിൽ ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് ഒരു ഡാർക്ക്, കുരുമുളകിൻ്റെ കളർ ഉണ്ടല്ലോ, ഡാർക്ക് കളറായിരിക്കും. കുരുമുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയുടെ ആ ഒരു കളറായിരിക്കും കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കപ്സ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ്. അപ്പോൾ ബട്ടർ ആണ് മെയിൻ വേണ്ടത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല, ഓയിൽ, സൺഫ്ലവർ ഓയിലിൽ വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാനുണ്ട്. അതിൽ വേവിച്ച ശേഷം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് മെൽട്ടാക്കിയിട്ടുള്ള ബട്ടർ. എന്നിട്ട് 100 ഗ്രാം ബട്ടർ നമ്മൾ എടുത്തല്ലോ, അപ്പോൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടുള്ളൂ. ആ ബട്ടറിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ട് കോരി മാറ്റാം. അതിനുശേഷം ആ ചൂടായിട്ടുള്ള ബട്ടറിലോട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 സവോള കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നല്ലോണം സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. അപ്പം ഒരു സ്റ്റോക്കിൻ്റെ പാക്കിൽ 2 ക്യൂബ് ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ 1 ക്യൂബ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാടൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ വെള്ളത്തിലാണ്, ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ അരി കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയൊരു പീസ് മതി, 1 ക്യൂബ് മതി. അത് ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ സവോള നല്ലോണം വഴണ്ട് വന്നോട്ടെ. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കപ്സയുടെ റെസിപ്പി ഒരുപാട് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം റെസിപ്പി തന്നെയാണ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും ആട്ടോ ചേർത്തിട്ടുള്ളത്. അത് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളൊക്കെ നല്ലോണം വഴണ്ട് വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നടുവേ കീറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ്, നമുക്കൊരു ഫ്ലേവറാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഉണങ്ങിയ നാരങ്ങ, അത് 2 ഇതുപോലെ ഒന്നിങ്ങോട്ട് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വരുമ്പം ഇതിൻ്റെ പുളി ഉണ്ടല്ലോ, നാരങ്ങയുടെ പുളി, അത് നല്ലോണം നമ്മുടെ മസാലയിൽ ഇറങ്ങി വരും. അതുപോലെ നമ്മുടെ തക്കാളി നേരത്തെ പേസ്റ്റ് ആക്കിയല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയ ശേഷം കേട്ടോ.
അതുപോലെ ഇപ്പോൾ ചേർത്തിട്ടുള്ള തക്കാളി പേസ്റ്റും നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ. പിന്നെ ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊട്ടും തന്നെ നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നമ്മുടെ റൈസിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്, ഒട്ടും തന്നെ നിർബന്ധമില്ല. ചേർക്കുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്സ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിലൊരു 5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഞാൻ ഈ മസാലയിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് ലാസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ബാക്കിയുള്ളൂ. ശരിക്കും 5 കപ്പ് അരിയിലോട്ട് നമുക്ക് 1 ചിക്കൻ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ കുറച്ച് അധികം എടുത്തതാണ്. അപ്പോൾ നമുക്ക് അത്രയും ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കപ്സ മസാല പൗഡർ വേണം. അപ്പോൾ ശരിക്കും ഈ ഒരു റെസിപ്പിയിലോട്ട് നമ്മളിപ്പം പൊടിച്ചത് മാത്രം മതി. പക്ഷേ ഞാൻ ചിക്കൻ കുറച്ച് അധികം എടുത്തുകൊണ്ട് കുറച്ചുകൂടെ കപ്സ മസാല പൗഡർ വേണമായിരുന്നു. എൻ്റെ ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മതി. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് നല്ല മണം വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ പീസാക്കിയുള്ള ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അകത്തൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. 2 ചെറിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 5 കപ്പ് റൈസിലോട്ട് നമുക്ക് 1 ചിക്കൻ മതി. ഞാൻ പിന്നെ ചിക്കൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല കുറച്ചുകൂടെ ഒരു കപ്സ മസാല പൗഡർ കുറച്ചുകൂടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ആവശ്യമുള്ള കേട്ടോ, ചിക്കൻ കൂടുതൽ എടുത്തുകൊണ്ട്. അപ്പോൾ അതിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഈ അരിയും ചിക്കനും ഒക്കെ കൂടി കുക്കായി കിട്ടുമെന്നുള്ളത്. അപ്പോൾ കപ്സ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ആവശ്യമില്ല. ചിക്കൻ കുക്കായ ശേഷം നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടാണ് ആ ഒരു വെള്ളത്തിൽ നമ്മൾ അരി കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു അര ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ് ക്യാരറ്റ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ഈ മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ചോറല്ല, അരി വേവാനുള്ള വെള്ളം നമ്മളിതിലോട്ട് പൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 5 കപ്പ് അരിയാണല്ലോ. 5 കപ്പ് അരിയിലോട്ട് നമുക്ക് ഡബിൾ വെള്ളം വേണ്ട. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, ഡബിൾ എടുക്കരുത്. ഡബിൾ ഇപ്പം എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ പക്ഷേ 10 കപ്പ് എടുക്കരുത്, 9 കപ്പ് മതി. പക്ഷേ ഇതിലോട്ട് ഞാനിപ്പം 8.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം അര കപ്പ് ഒന്ന് കുറച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് അരിയൊന്നും ഓവറായിട്ട് കുക്കാവാണ്ട് കിട്ടും. അപ്പോൾ ഞാനെന്താ അടച്ച് വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും സമയം നമ്മുടെ ചിക്കനും അവിടെ കുക്കാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഒരു ഇളം ചൂട് വെള്ളം കൂടിയായിരുന്നു, സാധാ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതാ ചിക്കനും കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ഹാഫ് കുക്കാക്കിയിട്ടുണ്ട് ചിക്കൻ ഇപ്പോൾ നമ്മൾ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ 2 ചിക്കൻ എടുത്തു, അതുപോലെ 5 കപ്പ് അരിയും കൂടി ഉണ്ട്. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് എന്തായാലും ഈ പാത്രത്തിൽ റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് കപ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രം മതി എല്ലാം കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എത്ര വേണമെങ്കിലും നമുക്ക് അരിയും ചിക്കനൊക്കെ ഇതിലോട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഞാൻ ഒന്ന് കുക്കായ ശേഷം ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ചെറിയൊരു ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ചിക്കനിൽ. അപ്പോൾ എല്ലാം എടുത്ത് മാറ്റി ചിക്കന്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെറിയൊരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കഴുകി എടുത്തിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്. കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഒന്നാകെ വെള്ളം കുടിക്കും. അപ്പോൾ നമുക്ക് ഇതിലിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ആ കറക്റ്റ് വേവാണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഈ കപ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരി കഴുകിയെടുത്താൽ മതി, വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട. അപ്പോൾ അത് അവിടെ നിന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് കപ്സ മസാല പൗഡർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള ആ ഒരു മസാല പൗഡർ വെച്ചിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 5-6 ചിക്കൻ പീസ് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ചിക്കൻ പീസ് ഞാൻ വേറൊരു മാരിനേഷൻ കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു കപ്സ മസാല പൗഡർ വെച്ചിട്ട് ഞാൻ ചിക്കൻ ഒന്ന് ഒരു ലൈറ്റ് മാരിനേഷനേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ഉപ്പാണ്. പിന്നെ വേണമെങ്കിൽ എരിവൊക്കെ ഇഷ്ടമുള്ളവർ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ബട്ടറൊന്നും വേണ്ട.
ഇനി അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടറിലാവുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ മണം തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു മസാലയിലോട്ട് ഇതാ ഇത്രയും ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷാലോ ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഒരു കപ്സ മസാലയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ചിക്കനിൽ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്സയിലോട്ടുള്ള ചിക്കൻ. ഇനി ഒന്നുകൂടെ കുക്കാവാനുണ്ട്. നമ്മൾ ചോറ് എന്തായി നോക്കാം. ഇതാ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, ഇനിയും ഒരുപാട് വറ്റാനുണ്ട്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്യരുത് കേട്ടോ, അപ്പം അരി പൊട്ടിപ്പോവും. ഈ കപ്സയുടെ റൈസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം ഉപ്പും പുളിയും എല്ലാം കൂടി നല്ലോണം അതിൽ കമ്പൈൻ ആയിട്ടുണ്ടാവും. ഓരോ അരിയിലും നല്ലോണം മസാല നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ചിക്കൻ പുഴുങ്ങിയെടുത്തുള്ള വെള്ളത്തിലാണല്ലോ അത് വറ്റിച്ചെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണ്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലോണം അകത്തൊക്കെ നല്ലോണം മസാല പിടിക്കണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ എന്താ ബാക്കിയുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിതാ ഇങ്ങനെ കേട്ടോ മാരിനേറ്റ് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ കപ്സ മസാല പൗഡർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മാരിനേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് അധികം മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് കുറച്ച് അധികം മസാല ചേർക്കുന്നുണ്ട്. അപ്പം ചിലർക്ക് ലൈറ്റ് മാരിനേഷൻ ആയിരിക്കും ഇഷ്ടം ഇങ്ങനത്തെ റൈസിലോട്ട്. ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചധികം കപ്സ മസാല പൗഡർ ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത് ചിക്കന്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾക്ക് ഇപ്പം റെസിപ്പിയിലോട്ട് ഇത് ഇത്രയും മതി. അപ്പോൾ ഞാൻ ഒരുപാട് നേരം നമ്മൾ ചോറ് റെഡി ആവുന്ന വരേക്കും ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ കുക്ക് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മാത്രം ഞാൻ ബട്ടർ ചേർത്തിട്ടുള്ളൂ. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, എന്നാലും അകത്ത് നല്ലോണം കുക്ക് ആവണമല്ലോ. അപ്പോൾ നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെ സെർവ് ചെയ്യാൻ പാടില്ല. ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം ഒന്ന് അടച്ച് വെക്കുക. വല്ലാണ്ട് മിക്സ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്താൽ ഉടഞ്ഞു പോകും. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കപ്സൊക്കെ സെർവ് ചെയ്യുമ്പം പ്രത്യേകം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ചിക്കനും ഇപ്പോൾ അത് നല്ലോണം കുക്കായിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് കുക്കാക്കിയത് കൊണ്ട് തന്നെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പം കുറച്ച് വെള്ളമൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, വല്ലാണ്ട് ഉടച്ചെടുക്കരുത് കേട്ടോ. ഇപ്പോൾ ചൂടോട് കൂടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്സ്ചർ കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കും വെള്ളം ഏറിയോ അല്ലെങ്കിൽ വേവ് ഏറിയോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ അരിയൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അരിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല, നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് ചൂടങ്ങോട്ട് സെറ്റ് ആവില്ലേ, ചൂടൊന്ന് ആറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ലോണം സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു. അതുപോലെ ചോറൊക്കെ നല്ലോണം ഫ്ലേവർഫുള്ളാണ്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പ്ലേറ്റിലോട്ട് നമുക്ക് ചോറ് ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. നമ്മുടെ അറബിക് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കപ്സയെ, കാരണം അത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. മസാലയൊന്നും പുറത്ത് കാണില്ല, എന്നാൽ നല്ലോണം നമ്മൾ ഇതിൽ സവോളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആദ്യം ചോറ് റെഡിയാക്കുക, അതിന് മുകളിൽ ഈ ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കനും നല്ലോണം നമ്മൾ കുക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ അരി വേവാനുള്ള വെള്ളം തിളയ്ക്കുന്ന അത്രയും നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്സ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്.
ഇനി കപ്സയുടെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചു തരാം. ഒരു അര കഷ്ണം ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ക്യാപ്സിക്കം ആണ് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഇതിലോട്ട് പച്ചമുളക് എടുക്കരുത്, ക്യാപ്സിക്കം തന്നെ വേണം, വേറെ ഒരു ചേരുവകളും ചേർക്കരുത് കേട്ടോ. ഇനി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. കൂടുതൽ തൈര് ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു തൈരാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ക്യാപ്സിക്കം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ തൈര് വീണ്ടും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നുണ്ട് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്, അപ്പം ഇത് ലൂസായി പോവും, നമ്മുടെ മോരിൻ്റെ പോലെ ആവും. അപ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണമല്ലോ നമുക്ക് തൈര് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ ഇതിലോട്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഗ്രീൻ കളറിൽ കിട്ടും ചെയ്യും, എന്നാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു തൈരിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീണ്ടും പറയുകയാണ്, പച്ചമുളക് എടുക്കരുത്, അതുപോലെ മല്ലിയില പുതിനയില ഒന്നും ചേർക്കരുത്, ഇത്ര മാത്രം ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മന്തിയിലോട്ടൊക്കെ ചേർക്കുന്ന ടൊമാറ്റോ ചട്നി, പിന്നെ കുറച്ച് സാലഡും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്സയും പിന്നെ ഇതാണ് നമ്മുടെ സൈഡ് ഡിഷുകൾ, 2 സൈഡ് ഡിഷ്. ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകളൊക്കെ നിങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യണമെന്ന്. എല്ലാ വീഡിയോസിലും ഒരേപോലെ ഷെയർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൊമാറ്റോ ചട്നിയുടെ ഇത് കാണിക്കാൻ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മന്തിയുടെ ചട്നിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സൈഡ് ഡിഷ്, നമ്മുടെ സിമ്പിൾ തൈര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്സ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ്, അറബിക് ബിരിയാണിയാണ്. അതുപോലെ ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അറബിക് മസാല, അതായത് കപ്സ മസാല വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കൻക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കപ്സയുടെ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കപ്സ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.